ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഫിസിക്സിലെ +1 ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലുള്ള ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ഒരു റാപ്പിഡ് റിവിഷൻ എന്ന രൂപത്തിലാണ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. റെഡി അല്ലേ മക്കളെ? നമ്മൾ ഡയറക്റ്റ് ഓൺ ടു ക്വസ്റ്റ്യനിലോട്ട് കിടക്കും. റെഡി നോക്കിയേ, നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓഫ് ദി ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. റെഡി അല്ലേ? നോക്കിയടാ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. റെഡി അല്ലേ? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയാണ്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഏതാന്ന് വെച്ചാൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനുള്ള ഭാഗം മക്കളെ. അത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത് അല്ലേ? ഏതൊക്കെ ഇക്വേഷൻ ആ? v ഈക്വൽ ടു യു പ്ലസ് എ ടി ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, പിന്നെ ഏതാ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഏതാ? ഒന്ന് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു 5 ഒരു 6 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് റീസെന്റ് ഒരു 5 വർഷത്തിൽ തന്നെ 5 6 പ്രാവശ്യം, അതായത് മോഡൽ എക്സാം, അതുപോലെ തന്നെ പബ്ലിക് എക്സാം, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് നോക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഡെറിവേഷൻ, ഏത് ഗ്രാഫിക്കൽ ഡെറിവേഷൻ ഫോർ ദി ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ. റെഡി അല്ലേ? അവിടെ ചോദിച്ചില്ല എന്താ? ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അല്ലെ? യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ? എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്. നോക്കി, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ? എന്താണ് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്? ഈ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ മക്കളെ ആക്സിലറേഷൻ? ഇങ്ങനെയാണെങ്കിൽ ഈ സ്ലോപ്പ് എന്തായിരിക്കണം? ഈ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കണം. സിമ്പിൾ ആണ്. അപ്പൊ എന്താടാ? സ്ലോപ്പ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. റെഡി? നമുക്കിവിടെ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ? ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്താൽ നോക്കിയേ, ഇവിടെ എന്താ? കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണ് അല്ലെ? എന്താണ് ഇവിടെ? സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതെന്താണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്ന് പറയാം. റെഡി? രണ്ടാമത്തെ നോക്കിയേ, റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കിട്ടുക എന്നാണ് ചോദ്യം. നോക്കിയേ, എന്തൊക്കെ? ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക? നമുക്കറിയാലോ. നോക്കിയേ, നമുക്കറിയാം വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ? എന്താണ്? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? എസ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. വി ഇസ് ഈക്വൽ ടു എസ് ബൈ ടി. അങ്ങനെയാണ് നമുക്ക് റീഅറേഞ്ച് ചെയ്തോടെ മക്കളെ. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, എസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ഇൻറ്റു അല്ലേ മക്കളെ? അപ്പൊ ഈ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തിയാലാണ് എന്ത് കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. അതേപോലെ തന്നെ വെലോസിറ്റി ബൈ ടൈം, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആര്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? സ്ലോപ്പ് ചെയ്താലാണ് എന്ത് കിട്ടുക? ആക്സിലറേഷൻ കിട്ടുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റന്റ്, അതാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതുപോലെ തന്നെ ആക്സിലറേഷൻ കിട്ടാനും എന്ത് യൂസ് ചെയ്യാൻ പറ്റും? വെലോസിറ്റി ടൈം ഗ്രാഫ്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി? ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? ഡിറൈവ് ദ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഫ്രം ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ മക്കളെ. ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ചോദ്യം ഏതാന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യമാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കത്തോളം ഇത് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത്രത്തോളം മക്കളെ നമുക്ക് അറിയാവുന്നത് എന്താ? നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന്റെ എസിന്റെ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. എന്താ ഇക്വേഷൻ കിട്ടുന്നുണ്ട്? ഒന്ന് യു ടി പ്ലസ് രണ്ടാമത്തെ പാർട്ട് എന്താ? ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? നോക്കിയേ, ഈ യു ടി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഒരു ഏരിയ A1 ആണ്. ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയ എന്താ? A2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക നോക്കാം. റെഡി അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ യു ടി എന്ന് പറയുന്നത്, അതായത് ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ ആണ് ഏരിയ 1 എന്നും, പിന്നെ ഏരിയ ഓഫ് ദി ട്രയാംഗിളിനെ എന്തെന്ന് വിളിക്കുക മക്കളെ? ഏരിയ 2. റെഡി അല്ലേ? ഇതാണല്ലോ ഇവിടുത്തെ ലെങ്ത്. നോക്കിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഇനി ബ്രെഡ്ത്ത് എന്താ? നോക്കിയേ, ടോട്ടലി എന്താ മക്കളെ? നോക്കിയേ, ഇവിടെ എന്താ? ഇത് യു ആണ് അല്ലെ? ടോട്ടലി എന്താ? വി ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എന്താടാ? വിയിൽ നിന്ന് യു കുറക്കുക. സിമ്പിൾ അല്ലേ? റെഡി അല്ലേടാ? അപ്പൊ നോക്കി, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്നുള്ളത് യു ടി ആവും. ഇനി ട്രയാംഗിളിന്റെ ഏരിയ എന്താ? ട്രയാംഗിളിന്റെ ഏരിയ എന്താടാ? ഏരിയ ഓഫ് എ ട്രയാംഗിൾ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? നോക്കിയേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നോക്കിയേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്താ? ടൈം ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ടൈമിന് എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയേ മക്കളെ? ഇവിടെ ഹാഫ് നോക്കിയേ, വി മൈനസ് യു ഇൻറ്റു ടി. നോക്കിയേ, എന്താണ് വി മൈനസ് യു ഇൻറ്റു ടി?
നമുക്കറിയാം ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഇൻറ്റു ടി ആണല്ലേ. അപ്പൊ നമുക്ക് വി മൈനസ് യുവിന് പകരം എന്തെന്ന് കൊടുക്കാം, എ ടി എന്ന് കൊടുക്കാം. നോക്കിയേ, വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. റെഡി അല്ലേ, റെഡി അല്ലേ? എന്താണ് വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എ ടി. ഈ എ ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ വരും മക്കളെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡി. നെക്സ്റ്റ് നോക്കിയേ, ഡിറൈവ്. നോക്കിയേ, വീണ്ടും ചോദിക്കേണ്ടത് ഏതാ, ഗ്രാഫിക്കൽ ഡെറിവേഷൻ. അടുത്ത ഇക്വേഷൻ മാറി, എന്താ, ഇക്വേഷൻ ഇസ് ഈക്വൽ ടു വി, ഏതാ, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. സിമ്പിൾ ആണ്, ജസ്റ്റ് സ്ലോപ്പ് എടുത്താൽ മതി അല്ലേ. ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് എടുക്കുക, സ്ലോപ്പ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലെ. വൈ ആക്സിസിലുള്ള ചേഞ്ച് ബൈ എക്സ് ആക്സിസിലുള്ള ചേഞ്ച് അല്ലെ. എന്താണ് വൈ ആക്സിസിലുള്ള ചേഞ്ച് ബൈ എക്സ് ആക്സിസിലുള്ള ചേഞ്ച്. റെഡി അല്ലേ മക്കളെ, സിമ്പിൾ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ, ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും മക്കളെ, ആക്സിലറേഷൻ കിട്ടും. നമുക്കറിയണ കാര്യമാണല്ലോ. ഓക്കെ, നമുക്ക് എഴുതാം, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ. അതല്ലേ വൈ ആക്സിസിലുള്ള ചേഞ്ച് ബൈ എക്സ് ആക്സിലുള്ള ചേഞ്ച് എന്താ, ടി ആണ്. ഇത് റീഅറേഞ്ച് ചെയ്താൽ പോരടാ. റീഅറേഞ്ച് ചെയ്താൽ എന്താ വരിക, നോക്കിയേ, വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സിമ്പിൾ ആണ്, അങ്ങനെ അത്ര ബൈഹാർട്ട് പഠിക്കാനൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. നോക്കാം, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് കിടക്കാം. നോക്ക്, വാട്ട് ഈസ് ദി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എന്താണ് ക്വസ്റ്റൻ, എന്താ, വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. നമുക്കറിയാം എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. പ്രാക്ടിക്കലി പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഒബ്സ്റ്റക്കിളിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് അപ്ലൈ ചെയ്യും. ബ്രേക്ക് അപ്ലൈ ചെയ്ത ഓൺ ദ സഡൻ വണ്ടി നിൽക്കുമോ, ഇല്ല. ആഫ്റ്റർ ഡിസിലറേഷൻ അല്ലെ, ആഫ്റ്റർ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ത് ചെയ്യും, വണ്ടി ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും അല്ലെ. വണ്ടി മാത്രമല്ല, അപ്പൊ നോക്കിയേ ഇവിടെ, വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ മൂവിംഗ് വെഹിക്കിൾ, ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽസ് ബിഫോർ സ്റ്റോപ്പിംഗ്, ബിഫോർ ഇറ്റ് ആക്ച്വലി സീസസ് അല്ലെങ്കിൽ സ്റ്റോപ്സ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. റെഡി അല്ലേ. ഇനി എന്താ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്താ മക്കളെ, സ്റ്റോപ്പിംഗ് distance is an important factor in considering the സെറ്റിംഗ് സ്പീഡ് ലിമിറ്റ്. ഫോർ എക്സാമ്പിൾ ഇൻ സ്കൂൾ സോൺ. അപ്പൊ സ്കൂൾ സോൺസിലൊക്കെ എന്താണ്, ആ ഹമ്പിന്റെ പ്ലേസ്മെന്റ് ഒക്കെ ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യാറ്. റെഡി അല്ലേ. അതുപോലെ തന്നെ ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണത്, ഇനീഷ്യൽ വെലോസിറ്റിനെയും ഡിസിലറേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്, നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0 ആവണ്ടേ, ഡൗട്ട് ഇല്ലല്ലോ. ഫൈനലി വണ്ടി നിൽക്കണം. റെഡി ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ വി ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as വി സ്ക്വയറിന് എന്ത് കൊടുത്തു, 0 സ്ക്വയർ കൊടുത്തിട്ട് റീഅറേഞ്ച് ചെയ്ത ഇക്വേഷൻ ആണ് എന്ത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന് പറഞ്ഞാൽ എന്താ, എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ ബൈ എ. റെഡി അല്ലേ. അപ്പൊ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റിന് റിട്ടാർഡേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെഡി അല്ലേ. അപ്പൊ ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ദി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി യു അല്ലെ. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബോളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കലി ഒരു യു എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദി മാക്സിമം ഹൈറ്റ് അല്ലെ. ഇക്വേഷൻ അറിയാലോ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 8 അല്ലെ. മോഷൻ അണ്ടർ ദ ഗ്രാവിറ്റി ആകുമ്പോൾ ആക്സലേഷൻ എന്ത് കൊടുക്കണം, ആക്സലേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ജി കൊടുത്തൂടെ. എന്താണ്, ആക്സലേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ജി എന്ന് കൊടുക്കുക. ഇനി മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി 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 ആ മാക്സിമം ഹൈറ്റ് അല്ലെ, എച്ച് മാക്സ് എന്ന് പറയാം. എച്ച് മാക്സിൽ എത്തിയ എന്താ കണ്ടീഷൻ, ഇവിടെ വെലോസിറ്റി എന്തായി മാറും മക്കളെ, ഫൈനൽ വെലോസിറ്റി 0 ആയി മാറും. സിമ്പിൾ ആയി. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്നുള്ളത് എന്തായി, 0 ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്താ, യു ബൈ ജി അല്ലെ. എന്താണ്, ദ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് ടി ഈസ് ഈക്വൽ ടു യു ബൈ ജി. ഇനി എൻറ്റയർ മോഷന്റെ അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നൊക്കെയുള്ള രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, 2u/g. എന്താണ്, 2u/g. അപ്വേർഡ് മോഷൻ u/g, ഡൗൺവേർഡ് മോഷൻ വീണ്ടും എന്താണ്, ഒരു u/g. എത്ര വരും ടോട്ടലി, 2u/g. ഇത് ഞാൻ എന്ത് ചെയ്താണ്, ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ്. റെഡി അല്ലേ, സിമ്പിൾ അല്ലേടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി. വീണ്ടും അതേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അതേപോലെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഭാഗം. റെഡി. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നമ്മൾ ഡീൽ ചെയ്താണ്. ഫ്രം ദ വെലോസിറ്റി അറൈവ് ദ ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കേസ് ആണ്. റെഡി അല്ലേ, സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് എൻ എക്സാമ്പിൾ ഫോർ എ ബോഡി possessing zero velocity but accelerating. നോക്കിയേ, ഇതൊരു ഇമ്പോർട്ടന്റ് കേസ് ആണ്. നോക്കിയേ, സീറോ വെലോസിറ്റി ഉണ്ടാവാൻ പാടില്ല, പക്ഷെ ആക്സിലറേഷൻ ഉണ്ടാവണം അല്ലെ. ആക്സിലറേഷൻ 0 ആവാനും പാടില്ല അല്ലെ.
അപ്പൊ ആ ഒരു കേസാണ് എന്ത് ഒബ്ജക്റ്റ് അണ്ടർ ഫ്രീ ഫോൾ അല്ലെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കത്തി ഫ്രീ ഫോൾ ആണെങ്കിൽ എന്താണ് വെലോസിറ്റി ഉണ്ടാവും അല്ലെ. ഫ്രീ ഫോൾ അല്ല, എൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് എന്താ എൻ ഒബ്ജക്റ്റ് പ്രൊജക്റ്റഡ് അപ്വേർഡ് അല്ലെ. ഒരു ഒബ്ജക്റ്റ് നോക്കിയേ, ഇവിടെ ഒരു ബോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്ത്, അപ്പോൾ പ്രൊജക്ട് ചെയ്ത ബോൾ പോയി 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 ഈ മാക്സിമം ഹൈറ്റിൽ എത്തില്ലേ, അതിനെ എന്തെന്നാ വിളിക്കണ്ടേ, എച്ച് മാക്സ് എന്ന് വിളിച്ച് എന്താ വിളിക്കണേ, എച്ച് മാക്സ്. അപ്പൊ എച്ച് മാക്സ് എത്തുമ്പോൾ കണ്ടീഷൻ എന്താ, അടിയിലേക്ക് എന്തുണ്ട് മക്കളെ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഉണ്ട്, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്താ, അത് ഈസ് ഈക്വൽ ടു സീറോ അല്ലേ. അപ്പൊ നോക്കിയേ, വെലോസിറ്റി സീറോ ആവുകയും ആക്സിലറേഷൻ എന്താണ് ഒരു നോൺ സീറോ വാല്യൂ, അതാണ് എന്ത് മൈനസ് ഡി. ഇപ്പൊ കണ്ടീഷൻ റെഡി അല്ലേ. നോക്കിയേ നോക്കിയേ, ഗിവ് an example for a body possessing zero velocity which is accelerating. An object thrown upward at the maximum height will have a velocity zero but instantly has an acceleration due to gravity. റെഡി അല്ലേ. ഇനി നോക്കിയേ, show that area under the velocity time graph gives displacement നമ്മളോട് കാണിക്കാനാണ് പറഞ്ഞുള്ളത്. റെഡി അല്ലേ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണേ. ഇൻഡു ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ അണ്ടർ ഗ്രാഫ് ആണ്. എന്താ ഏരിയ അണ്ടർ ഗ്രാഫ്. റെഡി അല്ലേ, റെഡി അല്ലേ. ഇനി ഡിവൈഡഡ് ബൈ ആണെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. എന്താണ് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. റെഡി അല്ലേ, റെഡി അല്ലേ, സിമ്പിൾ അല്ലേടാ. ഇനി ഇവിടെ ചോദിച്ചത് എന്താ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്കറിയാലോ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, സിമ്പിൾ അല്ലേടാ. നമുക്ക് മനസ്സിലായി. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ബിക്കോസ് ഏരിയ എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻറ്റു ആണ് അല്ലെ. എന്താണ് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ഇൻറ്റു ആണ്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പോവാം. ഫോർ എ യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷൻ പ്രൂവ് ദാറ്റ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ്. ഇതൊരു ന്യൂ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. റെഡിയല്ലേ. ഇനി ഇവിടെ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ആവറേജ് സ്പീഡ് അല്ലെ. എന്താണ് ആവറേജ് സ്പീഡ് നോക്കിയേ, ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ എന്താണ്, ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിനെ എന്താണ്, ആവറേജ് വെലോസിറ്റിനെ എങ്ങനെ എഴുതാം, വി പ്ലസ് യു ബൈ ടു എന്ന് എഴുതാം. എന്താ എങ്ങനെ എഴുതാടാ, വി പ്ലസ് യു ബൈ ടു എന്ന് എഴുതാം. റെഡി. ഇനി ടൈം എങ്ങനെ എഴുതാം, നമുക്കറിയാലോ, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതാം. അങ്ങനെയാണ് ടൈമിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞേ, ടൈമിന്റെ ഇക്വേഷൻ പറഞ്ഞേ, ടൈം ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ഈ എ എവിടേക്ക് പോകും, താഴേക്ക് പോകും. റെഡി അല്ലേ. അപ്പൊ വി മൈനസ് യു ബൈ എ. അപ്പൊ നമുക്ക് ഒരു എന്താ മാത്സിലെ ഒരു ഐഡന്റിറ്റി അറിയാലോ, എന്താ വി പ്ലസ് യു. പറഞ്ഞോ എന്താണ്, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഇസ് ഈക്വൽ ടു എന്താണ്, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. റെഡി അല്ലേ, സിമ്പിൾ അല്ലടാ. അപ്പൊ നോക്കിയേ, ഇവിടെ അത് അപ്ലൈ ചെയ്താൽ എന്താ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2s. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, ഈ മൈനസ് യു സ്ക്വയർ ഇവിടുത്തെ വന്ന എന്തായി, പ്ലസ് യു സ്ക്വയർ ആയി. സിമ്പിൾ അല്ലേടാ, സിമ്പിൾ അല്ലേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, ചില ഡെറിവേഷനിൽ എങ്ങനെ എഴുതും, യു എന്ന് എഴുതുന്നതിന് പകരം അവര് വി സീറോ എന്ന് എഴുതും, എസ് എഴുതുന്നതിന് പകരം എന്ത് എഴുതും, എക്സ് എന്നൊക്കെ എഴുതും. അപ്പൊ നോക്കിയേ, അതിനൊന്നും കൺവെൻഷനലി എന്താണ് ഏത് ലെറ്റർ യൂസ് ചെയ്യണമെന്നൊന്നും എന്തില്ല, ഇമ്പോർട്ടന്റ് ഇല്ല. റെഡി അല്ലേ. നമ്മൾ കാര്യമായിട്ട് എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. റെഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. Particle is moving along x-axis with uniform positive acceleration. Obtain an expression for displacement by drawing VT graph. Again നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതാണ്, s is equal to ut plus half at സ്ക്വയറിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An object is thrown vertically upward with a velocity 20 meter per second from the top of a tower of height 25 meter from the ground. How long does it റിമെയിൻ ഇൻ ദ എയർ? വെരി വെരി ട്രിക്കി ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ഇവിടെ രണ്ട് കാര്യം സെറ്റ് ചെയ്യണം. നമുക്ക് നോക്കിയേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് ഗ്രൗണ്ട് ലെവൽ വരുന്നത്. എന്താണ് ഗ്രൗണ്ട് ലെവൽ. ഇനി ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ എന്തുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. നോക്കിയേ, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയെന്നാ പറഞ്ഞുള്ളത്, ആ ഹൈറ്റ് 25 മീറ്റർ ആണ്. എത്രയാണ് മക്കളെ, 25 മീറ്റർ. ഇനി 25 മീറ്ററിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബോളിനെ എത്ര വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്യണത്, 20 മീറ്റർ പെർ സെക്കൻഡിൽ പ്രൊജക്ട് ചെയ്യണം. അപ്പൊ നോക്കിയേ, ഞാൻ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഈ ലൈനിനെയാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് ഒറിജിൻ. അപ്പൊ ഒറിജിൻ ആണെങ്കിൽ മുകളിലോട്ട് എന്താ വിടുക, പോസിറ്റീവ് ആവും, താഴോട്ട് എന്താ വിടുക, നെഗറ്റീവ് ആവും. ഡൗട്ട് ഇല്ലല്ലോ. നോക്കിയേ ഓക്കെ, നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എന്താ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലെ. എന്താണ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എന്തുണ്ടാവുക നോക്കിയേ, സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാക്സിമം പോയിന്റിൽ എത്തിയിട്ട് തിരിച്ച് എന്ത് ചെയ്യൂടാ, തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് വരും. റെഡി അല്ലേ. അപ്പൊ നോക്കിയേ, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എന്ത് എൻഡിങ് പോയിന്റ്. അപ്പൊ നമുക്ക് നോക്കാം ഡിസ്പ്ലേസ്മെന്റ് എത്രയാടാ,
ഇതല്ലേ ഒറിജിൻ. അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് -25 എടുത്തൂടെ? റെഡി അല്ലേ? ഇനി യു എന്താ? യു നോക്കി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലോട്ട് പോസിറ്റീവ് ആണ്, താഴോട്ട് നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് നമുക്ക് എഴുതാം യു ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ആക്സലേഷൻ എന്താ? ആക്സലേഷൻ താഴേക്കല്ലേ? ആക്സലേഷൻ ഈക്വൽ ടു -g ആണ്. വേണമെങ്കിൽ ജീനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. റെഡി അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ടൈമിന് സോൾവ് ചെയ്യുക അല്ലേ? എന്താണ്? ദാറ്റ് ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ടൈം 5 അല്ലെങ്കിൽ -1. -1 പോസിറ്റീവ് ആണോ? അല്ലെങ്കിൽ പോസിബിൾ ആണോ? അല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? ടൈം ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അതായത് ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത് മുകളിൽ പോയി തിരിച്ച് ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടിയുള്ള ടൈം ആണ് എന്ത്? ആക്ച്വലി 5 സെക്കൻഡ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? നമ്മൾ നോക്കേണ്ട എത്ര കാര്യമുള്ളൂ. ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണെങ്കിൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി മുകളിലോട്ടാണെങ്കിൽ നമ്മൾ ആക്സിസ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്? മുകളിലോട്ട് പോസിറ്റീവ്, താഴെ എന്താണ്? നെഗറ്റീവ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ താഴെയാണ് ഇപ്പൊ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ളത്. അതുകൊണ്ട് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? നെഗറ്റീവ് ആണ്. എന്താണ്? നെഗറ്റീവ് ആണ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. ദ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താ തന്നുള്ളത്? പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് തന്നുള്ളത്. ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഷോൺ. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. നോക്കിയേ, സിമ്പിൾ ആടാ. ഇതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാല് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ? എന്താടാ? വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്താൽ മതി. നോക്കിയേ, ഇവിടെ എന്താ? ഇവിടെ നമുക്ക് എന്താണ്? ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആണ് അല്ലെ? എന്താണ്? പോസിറ്റീവ് സ്ലോപ്പ് ആണ്. അതിന്റെ വാല്യൂ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ? ഫസ്റ്റത്തെ വെലോസിറ്റി പോസിറ്റീവ് ആയിട്ട് വരക്കുക. എന്താണ്? വെലോസിറ്റി പോസിറ്റീവ് ആയിട്ട് വരക്കുക. ഇനി നെക്സ്റ്റ് എന്താ? സ്ലോപ്പ് നെഗറ്റീവ് ആയി അല്ലെ? എന്താണ്? സ്ലോപ്പ് ഇങ്ങനെ നെഗറ്റീവ് ആയി, പക്ഷെ അവിടെയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ഹാഫിലെ ഇതാണ് എന്ത്? ഫസ്റ്റ് ഹാഫ്. എന്താണ്? ഫസ്റ്റ് ഹാഫ്. ഇതാണ് എന്ത്? സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫിലെ വെലോസിറ്റി എന്താ മക്കളെ? നെഗറ്റീവ് ആണ്. അപ്പൊ നോക്കിയേ, ജസ്റ്റ് വെലോസിറ്റി ഗ്രാഫ് വരക്കാൻ ഗ്രാഫ് വരച്ചില്ലല്ലോ, നമുക്ക് വരച്ച് കാണിച്ചു തരാം. സിമ്പിൾ ആണ്. നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുമ്പോൾ നോക്കിയേ, സിമ്പിൾ വാല്യൂ നോക്കിയേ, ഇവിടെ വേണമെങ്കിൽ വാല്യൂ നമുക്ക് കണ്ടെത്താം അല്ലെ? എന്താണ്? നമുക്ക് ഇവിടെ വാല്യൂസ് വേണമെങ്കിൽ കണ്ടെത്തിയിട്ട് ചെയ്യാം. നോക്കിയേ, എങ്ങനെ വാല്യൂ കണ്ടെത്താം? നോക്കിയേ, ഓക്കെ, ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ദാറ്റ് ഈസ് അതായത് സ്ലോപ്പ് കണ്ടെത്തുക എങ്ങനെ? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ്. ഓക്കെ, ചേഞ്ച് ഇൻ വൈ ആക്സിസ് എത്രയാണ്? വൈ ആക്സിസിലുള്ള ചേഞ്ച് എത്രയാണ്? 6 ബൈ എക്സ് ആക്സിസിലുള്ള ചേഞ്ച് എത്രയാണ്? 3. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? കട്ട് ചെയ്താൽ 2 എന്ന് വരും. റെഡി അല്ലേ? ഇത് അവിടുത്തെ പോസിറ്റീവ് 2. ഇനി നെക്സ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫിൽ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓക്കെ, ഫൈനൽ എത്രയാണ്? ഫൈനൽ എന്ന് പറയുന്നത് 0 മൈനസ് നോക്കിയേ -6, അതായത് -6 ബൈ എന്താണ്? -6 ബൈ ചേഞ്ച് എത്രയാണ്? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -3. എത്രയാടാ? -3. റെഡി അല്ലേ? റെഡി അല്ലേ? ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. നോക്കിയേ, ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ 1 പ്ലസ് ഏരിയ 2 ആണ് അല്ലെ? എന്താണ്? ഏരിയ 1 പ്ലസ് ഏരിയ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ, ഫസ്റ്റ് എന്താ? 2 ഇൻറ്റു 3 സെക്കൻഡ് പ്ലസ് -3 ഇൻറ്റു 2 സെക്കൻഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പൊസിഷൻ ടൈം ഗ്രാഫിൽ തുടങ്ങി കണ്ടീഷൻ കഴിയുമ്പോൾ എവിടെ വരുന്നുണ്ട്? പൊസിഷൻ ടൈം ഗ്രാഫിൽ വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? 0 ആണ്. റെഡി അല്ലേ? അപ്പൊ ഇനി ഈ വെലോസിറ്റി നമ്മൾ എന്തിനാ കണ്ടെത്തിയത്? ജസ്റ്റ് ഗ്രാഫ് വരച്ച് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടെത്തിയത്. അതായത് ഫസ്റ്റ് ഹാഫിൽ എന്താ? ഫസ്റ്റ് ഇത്ര സെക്കൻഡ് ഇടാ? നമുക്ക് സെക്കൻഡ് ഡിനോട്ട് ചെയ്താൽ 1 2 3 4 5 1 to 3 വരെ എത്രയാണ്? 1 to 3 വരെ നോക്കിയേ, ദാറ്റ് ഈസ് +2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവിടുന്ന് മുതൽ പിന്നെന്താണ്? -3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റെഡി അല്ലേ? നമുക്ക് ഗ്രാഫും വരച്ചിട്ടുണ്ട്, പിന്നെ എന്ത് കണ്ടുപിടിച്ചു? അതായത് ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിച്ചു. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദി പാത്ത് ലെങ്ത് ട്രാവേഴ്സ് ബൈ ആൻ ഒബ്ജക്ട്. ശരിയല്ലേ? ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ ഈക്വൽ ആവാതിരിക്കാം. റെഡി അല്ലേ? അതായത് ഒരു പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വേറെ പോയിന്റിലേക്ക് പോയി. ഇവിടെ എന്താ? ഡിസ്റ്റൻസും സെയിം ആണ്, ഡിസ്പ്ലേസ്മെന്റും സെയിം ആണ്. പക്ഷെ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങിയിട്ട് നോക്കിയാൽ ശ്രദ്ധിച്ചേടാ, ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കറങ്ങിയിട്ട് അതേ പോയിന്റിൽ വന്ന് നിന്നെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? അവിടെ ഡിസ്റ്റൻസ് നോക്കിയേ, എ ടു ബി അല്ലെ? ഇവിടുന്ന് എയിൽ തുടങ്ങി ബിയിൽ അവസാനിച്ചു. അവിടെ എ ബിയിൽ 2 കേസ് ഉണ്ട് അല്ലെ? ഈ കേസിൽ എന്താ? ഡിസ്റ്റൻസ് ഒരിക്കലും എന്തല്ല മക്കളെ? 0 അല്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്തായി മാറിയിട്ടുണ്ടാവും? അവിടെ 0, കാരണം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എന്താണ്? സെയിം ആണ്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ്, ഡിഫൈൻ ആവറേജ് വെലോസിറ്റി. ഇത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടു ദി ടോട്ടൽ ടൈം ഇന്റർവൽ. ഡ്രോ ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി അല്ലെ? കോൺസ്റ്റന്റ് പോസിറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ആണല്ലേ? എന്ത്? സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് എന്ത് കിട്ടുക മക്കളെ? വെലോസിറ്റി കിട്ടുക. അപ്പൊ പോസിറ്റീവ് വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയടാ? പോസിറ്റീവ്
കോൺസ്റ്റന്റ് സ്ലോപ്പ് എഴുതാൻ മതി. എന്താണ് പോസിറ്റീവ് കോൺസ്റ്റന്റ് സ്ലോപ്പ് എഴുതുക. റെഡി അല്ലേ സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ ആ പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object is moving with a uniform acceleration. Write the equation connecting velocity. The velocity time connecting equation the v is equal to u plus at. Using suitable velocity time graph, derive the equation. വീണ്ടും വീണ്ടും അതേ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A player throws a ball vertically upward. What is the velocity and acceleration of the ball at the highest point? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ. നിങ്ങൾ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്തില്ലേ, പ്രൊജക്ട് ചെയ്താൽ ഇത് എന്ത് ചെയ്യും, മുകളിലോട്ട് പോയി മാക്സിമം ഹൈറ്റ് എത്തിയിട്ട് എന്ത് ചെയ്യും മക്കളെ, അത് തിരിച്ചു വരും. അപ്പൊ ഈ മാക്സിമം ഹൈറ്റിലുള്ള പ്രത്യേകത എന്താ? അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? -g ആണ്. റെഡി അല്ലല്ലോ? നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ ആണ്. ഇതിനെ പറയുന്ന പേരാണ് ഹയസ്റ്റ് പോയിന്റ്. എന്താണ്? ഹയസ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറയാം. എന്താടാ? മാക്സിമം ഹൈറ്റ് എന്ന് പറയാ. റെഡി സിമ്പിൾ അല്ലടാ? ഓക്കെ അല്ലടാ? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. An astronaut in a space shuttle moves along a straight line. The data given below give the measured velocity. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താ? വെലോസിറ്റീസ് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? Draw the velocity time graph for 2 seconds to 16 second. അല്ലെ? 2 സെക്കൻഡ് മുതൽ 16 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ചോദ്യം. റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 16 വരെ മാർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് മാർക്ക് ചെയ്യണമെങ്കിൽ 1 2 3 4 5 6 7 8 അല്ലേ? 8 അപ്പൊ 16 അത്ര ടൈം മതി. അപ്പൊ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം നോക്കിയാൽ 2 4 6 8 10 12 14 16. റെഡി അല്ലേ? ഇനി ടൈം മാർക്ക് ചെയ്ത്, ടൈം ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവില്ലല്ലോ മക്കളെ. ഇനി വെലോസിറ്റി എങ്ങനെ മാർക്ക് ചെയ്യാം? വെലോസിറ്റി 2 4 6 മാർക്ക് ചെയ്താൽ മതി അല്ലേ? ഇങ്ങനെ 2 4 6 8 10 അല്ലേ? പിന്നെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ എന്താണ്, അതായത് താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ -2 -4 -6 ഒക്കെ മാർക്ക് ചെയ്യുക. റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പോയിന്റ് വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, അപ്പൊ 2ൽ 2 അല്ലെ, എന്താണ് 2ൽ 2. ഇനി 4ൽ 4, എന്താണ് 4ൽ 4. പിന്നെ എങ്ങനെയാ 6ൽ 6, പിന്നെ 6ൽ 6. പിന്നെ 8ൽ എത്രയാ? 8ൽ വീണ്ടും 2 ആയി മാറി അല്ലെ? എന്താണ് 8 വീണ്ടും. നോക്കിയേ, അതായത് എക്സ് ആക്സിസിൽ 8 ആവുമ്പോൾ വാല്യൂ എന്തായി മാറി? 2 ആയി മാറി. ഇനി എക്സ് ആക്സിസിൽ നോക്കിയ ടൈം ആണത് 10 ആവുമ്പോൾ എന്തായി? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആയി അല്ലെ? എന്താണ് 10 ആവുമ്പോൾ 0 ആയി അല്ലെ? 10 ആവുമ്പോൾ എന്താടാ, സോറി, 10 ആവുമ്പോൾ ശ്രദ്ധിക്കണേ, 10 ആവുമ്പോൾ 0 ആയി. ഇനി 12 ആവുമ്പോൾ എന്താ? 12 ആവുമ്പോൾ -2 ആയി. 12 -2 ആയി, -4 ആയി, വീണ്ടും എന്തായി? -2. അപ്പൊ എന്താണ് ഗ്രാഫ്? ഇങ്ങനെ ഒരു ഗ്രാഫാണ് എന്ത് ചെയ്യുക, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം കർവ് ഫോർ എൻ ഒബ്ജക്ട് ഓഫ് യൂണിഫോം ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. യൂസിങ് ഡിറൈവ് ദ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കാണിച്ചതാണ്. സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? ഇനി ഡിഫൈൻ യൂണിഫോം മോഷൻ. എന്താണ് മക്കളെ യൂണിഫോം മോഷൻ? ഇഫ് എ ഒബ്ജക്ട് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, അതിനാണ് എന്തെന്ന് പറയാടാ? യൂണിഫോം ആക്സിലറേറ്ററി മോഷൻ, അല്ലെങ്കിൽ സോറി, അതിനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയാം. നെക്സ്റ്റ് എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്ററി മോഷൻ നമ്മൾ ഓൾറെഡി ഇപ്പൊ വരച്ചുള്ളൂ. ഇനി നെക്സ്റ്റ് ഓക്കെ, യൂസിംഗ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻ ദ റിലേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ നിങ്ങൾ തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്, ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഷോൺ. ഇവിടെ തന്നിട്ടുള്ള എന്താ വെലോസിറ്റി നോക്കിയാൽ, വെലോസിറ്റി ഇവിടെ എത്തുമ്പോൾ 0 ആവും. ഇവിടെ എന്താ? പോസിറ്റീവ് വെലോസിറ്റി. ഇവിടെ എത്തുമ്പോൾ നെഗറ്റീവ് വെലോസിറ്റി. ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്വേർഡ് മോഷൻ ആണ്. ഇവിടെ എന്ത് മോഷൻ ആടാ? ഇവിടെ ഡൗൺവേർഡ് മോഷൻ. എന്താടാ? ഡൗൺവേർഡ് മോഷൻ അല്ലെ? അപ്വേർഡ് മോഷനും പിന്നെ ഡൗൺവേർഡ് മോഷനും. ഇനി ഇവിടെ ചോദിച്ചെന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. എന്താ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാല്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് ടൈം ഈസ് ഈക്വൽ ടു 0 അല്ലെ? ടൈം ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടെ വാല്യൂ എത്ര തന്നുള്ളത്? 100 അല്ലെ? 100 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് അത് കിട്ടി. റെഡി. നെക്സ്റ്റ് എന്താ? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഏത് ഡിസ്റ്റൻസാ? ട്രാവൽ ഡ്യൂറിങ് 20 സെക്കൻഡ് അല്ലെ? അതായത് 20 സെക്കൻഡ് ഡിസ്റ്റൻസ് അല്ലേ? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇതിനെ പോസിറ്റീവും ഇത് നെഗറ്റീവും ആക്കി എടുക്കണം. ഇവിടെ എന്താണ്? ഇവിടെ നമ്മളോട് പറഞ്ഞത് ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ്സ് ആഡ് ചെയ്താൽ മതി. റെഡി അല്ലേ? മാഗ്നിറ്റ്യൂഡ്സ് എങ്ങനെ ആഡ് ചെയ്യുക? നോക്കി, ഇവിടുത്തെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 10, ഹൈറ്റ് എത്രയാണ്? 100 അല്ലേ? കട്ട് ചെയ്താൽ എന്ത് വരും? 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 500. ഇവിടെ എന്ത് വരും? ഇവിടെയും 500 വരും. ദാറ്റ് ഈസ് ടോട്ടൽ ഇത്ര വരും.
1000 വരും. എത്രയാണ്? 1000. എന്താണ് ഈ 1000ന്റെ വാല്യൂ എന്തിനെ നമുക്ക് മനസ്സിലാവണത്? 1000 മീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചത് ഇതേ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ച ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ എന്താ വരിക മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്കറിയാലോ എന്താ വിത്ത് സൈൻ ആഡ് ചെയ്യണം അല്ലെ? 500 പ്ലസ് -500 അല്ലെ? ക്യാൻസൽ ആയിട്ട് എന്ത് വരും? 0 വരും. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തിയത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? വെക്ടോറിക്കൽ അതിനെ ട്രീറ്റ് ചെയ്യാതിരുന്നത്. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് കിടക്കാം. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. വീണ്ടും ചോദിച്ചിരിക്കുന്നു എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സെയിം ക്വസ്റ്റൻ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളോട് വരക്കാൻ പറഞ്ഞുള്ളത് പൊസിഷൻ ഓഫ് എ ബോഡി അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസസ് തന്നിട്ടുണ്ട്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കുക. നേരത്തെ വരച്ച പോലെ തന്നെയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് വരച്ചുകൂടെ? നോക്കിയേ, ഇത്രയുള്ള കേസ്. ടൈം എത്രയാ? നോക്കിയേ, ടൈം 0 1 2 3 അല്ലെ? എന്താണ്? 0 കഴിഞ്ഞു 1 2 3. റെഡി അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ തന്നുള്ളത് 1 2 3 4 5 6 7. റെഡി അല്ലേ? നോക്കിയേ, ഇവിടെ തന്നുള്ള എന്താ? പൊസിഷൻ 0യില് 0 0യില് 0. നെക്സ്റ്റ് എന്താ? 2ൽ 1 അല്ലെ? എന്താണ്? ദാറ്റ് ഈസ് ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ 2 വരും. ഇനി ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ എന്ത് വരും? ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ 4 വരും. ഇനി ടൈം എന്താ? ടൈം 3 സെക്കൻഡ് ആകുമ്പോൾ 6 വരും. ദാറ്റ് ഈസ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് അല്ലെ? എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഈ ലൈൻസ് ഒക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആകാൻ പറയാൻ കാരണം എന്താ? സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം. വീണ്ടും അതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ദ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാതെ അതിന്റെ ഡെറിവേഷൻ പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. റെഡി അല്ലേ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. ഡെഡ്യൂസ് ദ ഇക്വേഷൻ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. റെഡി ആണല്ലോ. ഇനി വാട്ട് ഈസ് റിട്ടാർഡേഷൻ? എന്താ മക്കളെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാല്? നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ. റിട്ടാർഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇഫ് ദ വെലോസിറ്റി ഈസ് ഡിക്രീസിംഗ് വിത്ത് ദ ടൈം, ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. വെലോസിറ്റി കുറയുകയാണെങ്കിൽ അതെന്താണ്? ഡിസിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്ന് പറയാം. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാർ മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് അല്ലെ? സ്പീഡ് തന്നിട്ടുണ്ടല്ലോ. വെലോസിറ്റി എത്രയാണ്? 126 കിലോമീറ്റർ പെർ ഹവർ. റെഡി അല്ലേ? അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5/18 ചെയ്താൽ മതി. 5/18 ചെയ്താൽ എന്ത് കിട്ടും? 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. റെഡി. ഇനി സ്റ്റോപ്പ് ചെയ്യാൻ ഡിസ്റ്റൻസ് എത്രയാണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 200 മീറ്റർ. റെഡി. ഇനി നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് എ റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? നമുക്കറിയാലോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിലെ കേസ് എന്താ? ഇറ്റ് ഈസ് u²/2a അല്ലെ? എന്താണ്? u²/2a എന്നുള്ളതാണ് എന്ത് ചെയ്യുക? ഇക്വേഷൻ. അപ്പൊ അതിൽ നിന്ന് ഡിസിലറേഷൻ ചോദിച്ച ആക്സിലറേഷൻ അങ്ങോട്ട് എടുത്താൽ പോരെ? ഇക്വേഷൻ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഈക്വൽ മൈനസ് ഉണ്ട് അല്ലെ? എന്താണ്? ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു -u²/2s എന്ന് ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടി. എത്രയാണ്? -3.06 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ നമ്മളോട് ചോദിച്ചെന്താ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് അല്ലെ? ടൈം അല്ലേ? ടൈമുള്ള ഇക്വേഷൻ എന്താ? v is equal to u plus at. അതിൽ v എന്താ? v എന്ന് പറഞ്ഞാൽ 0 ആണ്. ഫൈനൽ വെലോസിറ്റി u എന്താ? u നമുക്ക് തന്നിട്ടുണ്ട് 35 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അതിൽ a എന്താ? -3.06 സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11.44 എന്ത് സെക്കൻഡ് എന്ന് കിട്ടും. കാരണം ടൈം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആൻഡ് യൂസിംഗ് ദ ഗ്രാഫ് ഡെഡ്യൂസ് അല്ലെങ്കിൽ ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് v ആൻഡ് ആക്സിലറേഷൻ. അപ്പൊ വെലോസിറ്റിനെ ആക്സിലറേഷൻ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? v is equal to u plus at. ജസ്റ്റ് എന്ത് ചെയ്യുക? സ്ലോപ്പ് കണ്ടെത്തുക, റീഅറേഞ്ച് ചെയ്യുക. അത്രയുള്ള പണി. റെഡി. നെക്സ്റ്റ് അതേ സെയിം സാധനം നമ്മൾ പറഞ്ഞത്. റെഡി. നോക്കിയേ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എത്തിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഒബ്ജക്ട് റിലീസ് നിയർ ദി സർഫസ് ഓഫ് ദി എർത്ത് ഈസ് ആക്സിലറേറ്റഡ് ഡൗൺവേർഡ് അല്ലെ? അപ്പൊ അതായത് ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫ്രീ ഫോൾ അല്ലെ? ഫ്രീ ഫോളിന്റെ കണ്ടീഷൻ ആണ് നമുക്ക് തന്നുള്ളത് അല്ലെ? എന്താണ്? ഫ്രീ ഫോളിന്റെ കണ്ടീഷൻ. റെഡി ആണല്ലോ. ഓക്കെ, റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ. നോക്കിയടാ, ഇവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ മാറുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം v is equal to u plus at ആണ്. s is equal to എന്താ? ut plus half at square ആണ്. പിന്നെന്താ? v square is equal to u square plus 2 into as ആണ് അല്ലെ? ഈ ഇക്വേഷൻ ഒക്കെ എന്ത് മാറ്റാ വരിക? ഇന്ന് v is equal to u minus gt വരും. റെഡി അല്ലേ? ഇനി s ന് പകരം വേണമെങ്കിൽ y എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ut minus half gt square. റെഡി അല്ലേ? ഇനി v എന്താ? v square is equal to u square minus 2g into y എന്ന് വരും. റെഡി അല്ലേ? അപ്പൊ അതാണ് ഇക്വേഷൻസ് ഓഫ് മോഷനിലുള്ള മാറ്റം. റെഡി അല്ലേ? ഇനി ഓൾസോ പ്ലോട്ട് ദ ഗ്രാഫ് കണക്ടിങ് ആക്സിലറേഷൻ ആൻഡ് ടൈം ഇൻ ദിസ് കേസ്. അതായത് ആക്സിലറേഷൻ ടൈം നോക്കിയേ, ആക്സിലറേഷൻ കോൺസ്റ്റന്റിലടാ. ഇനി നോക്കിയേ, ഇതാണ് ആക്സിലറേഷൻ ആക്സിലറേഷനും ടൈമുള്ള ഗ്രാഫ്.
റെഡി അല്ലേ? അതുപോലെ തന്നെ എന്താണ് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ? നോക്കിയേ, വെലോസിറ്റി 0 ആയി, ഇവിടെ പോസിറ്റീവ് വെലോസിറ്റി ആണ്, പിന്നെ വാല്യൂ കൂടുന്നുണ്ട്, പക്ഷെ അതെന്താണ് വാല്യൂ കൂടുന്നത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം അറിയാം. റെഡി അല്ലേ? ഇനി അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചതാണ് അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫും നമ്മൾ വരച്ച് കാണിച്ചതാണ്. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതൊക്കെ വരച്ച് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്തിട്ട് മക്കളെ നമ്മൾ റാപ്പിഡ് ആയിട്ട് റിവിഷൻ ചെയ്യുക. മാക്സിമം ടൈംസ് ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് ഒക്കെ റെഡിയാക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്.